ബഹുമാനപ്പെട്ട സയ്യിദ് ഫതഹുള്ള തങ്ങൾ നവറല്ലാഹു മർഹദ ഒരു നിയോഗമെന്നോണം അവരുടെ ആ അന്ത്യവിശ്രമം ഈ സ്ഥാപനത്തിൻ്റെ ചാരത്ത് ആവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ്. അല്ലാതെ ഇതിനോട് ബന്ധപ്പെട്ടവരോ ഇവരൊന്നല്ല. അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു, ഞാനിനി അവരവസാന കാലഘട്ടത്തിൽ മൂപ്പരെ അന്ത്യവിശ്രമത്തിന് പലരും ആവശ്യപ്പെട്ടെങ്കിലും മൂപ്പർക്ക് ഈ സ്ഥാപനത്തിൻ്റെ ചാരത്താവണം. അതൊന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയോടുള്ള മൂപ്പരുടെ ബന്ധമാണ്. മറ്റൊന്ന് ഈ സ്ഥാപനത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ മക്കളെയൊക്കെ ഇവിടെയാണ് പഠിക്കാൻ വേണ്ടി കൊടുന്നാക്കിയിട്ടുള്ളത്. ആ നിലക്ക് ഈ സ്ഥാപനവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും എന്നോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളടക്കമുള്ളവർ അത് സ്വാഗതം ചെയ്യുകയും ബഹുമാനപ്പെട്ടവർ ഇതിൻ്റെ ചാരത്ത് തന്നെ വേണമെന്നും അവരുടെ ആ പ്രത്യേക നിയന്ത്രണവും അവർക്കുള്ള ആ മതതൊക്കെ മൂപ്പരെ മരണശേഷം ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭിക്കപ്പെടണമെന്നും ഉള്ള ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇവിടെ അത് അനുവദിക്കപ്പെടുകയും ബഹുമാനപ്പെട്ടവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ്. അവരെ സംബന്ധിച്ച് ഇവരൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന സാലിഹീങ്ങളാവുന്ന ഇബാദുകളെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ഒരുപാട് തരീഖത്തിൻ്റെ ഷേഖ് കൂടിയായിരുന്നു. ദ്വീപ് പ്രദേശത്തുകാർക്ക് മാത്രമല്ല, നമ്മുടെ കേരളക്കാർക്കൊക്കെ എല്ലാ നിലക്കും ദീനിയായ നേതൃത്വം നൽകുന്നതിൽ ശക്തമായി ഇടപെടുകയും പ്രത്യേകിച്ച് ദ്വീപിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം അത് ശക്തമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവരുടെ ആ സാന്നിധ്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആ ദ്വീപ് മേഖലയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സമസ്തയിലുണ്ടായ ഭിന്നിപ്പിന് ശേഷവും ബഹുമാനപ്പെട്ടവർ ശക്തമായ നിലക്ക് മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെയും മഹാനാവുന്ന ഷെയ്ഖുനാ കണ്യത്തുസ്താദിൻ്റെയും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയും അവർ നേതൃത്വം നൽകുന്ന ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്തൊക്കെ ഈ സംഘടന അത്രമാത്രം ശക്തമായി പിറപ്പിൻ്റെ ശേഷവും നിലനിൽക്കാനുള്ള കാരണം അത് ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രത്യേക നയം കൂടിയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്തെങ്കിലും നിലക്കുള്ള എതിര് പ്രവർത്തിക്കുന്നതായ സംഘടനകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടൊക്കെ ഒരു നിലക്കുള്ളതായ സന്ധിക്കും ബഹുമാനപ്പെട്ടവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ പ്രത്യേകമാവുന്ന ആ മതവും നിയന്ത്രണമൊക്കെ ഇവിടെ ഈ പ്രദേശത്തും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒന്നാമത്തെ ഉറൂസിലാണ് നമ്മളുള്ളത്. അവരെ കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ തന്നെ ഇവിടെ ഒരു പെട്ടിയും സ്ഥാപിച്ചു അവരുടെ ഖബറിടത്തിൽ. അത് ആ കുടുംബങ്ങൾക്ക് കൊണ്ടാകാൻ വേണ്ടിയല്ല, ഇവരെ പേരിൽ ലഭിക്കപ്പെടുന്ന എന്തുണ്ടോ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഈ സ്ഥാപനത്തിലേക്ക് ഉപയോഗിക്കാം എന്ന് പൂർണ്ണമായി തൃപ്തിപ്പെട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. അവിടെ ലഭിക്കപ്പെടുന്ന പണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഉറൂസുമായോ മറ്റു ബന്ധപ്പെട്ട മഖാമുമായോ ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അവരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടു കൂടി സ്ഥാപനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതാണ്.
അപ്പോൾ ഈ സ്ഥാപനത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവരുടെ കുടുംബങ്ങളും ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ 20ാം വാർഷിക 3ാം സന്നിധാന സമ്മേളനവും അതോടൊപ്പം മഹാനാവുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർഖദ അവരുടെ പേരിൽ ഇവിടെ ആരംഭിക്കപ്പെട്ട ഒരു ഖുർആൻ റിസർച്ചിൻ്റെ സംരംഭമുണ്ട്. അത് ഇവിടെ മുബശ്ശിർ തങ്ങളൊക്കെ അവരെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചാൽ അതിൻ്റെ സെൻറ്ററിൻ്റെ സമർപ്പണം അതും ഈ വരുന്ന 2026 ഡിസംബർ 11, 12, 13 അഥവാ വെള്ളി, ശനി, ഞായർ തീയതികളിൽ വളരെ വിപുലമായ നിലക്ക് നടത്തപ്പെടുന്ന ഇതിൻ്റെ പ്രസിഡൻ്റാവുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഇതിൻ്റെ സെക്രട്ടറി ആവുന്ന വഫൂർ ദാരിമിയും മറ്റ് ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അത് ഇതിലെല്ലാവരും പങ്കെടുത്ത് അത് വലിയൊരു സമ്മേളനമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും പരിപൂർണമായി സഹകരിക്കണം എന്ന് ഇവിടെ കൂടി എല്ലാവരോടും പറയണം. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട വഫൂർ ദാരിമി സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കുട്ടികളുടെ ചെലവിനാവശ്യമാവുന്ന അടിസ്ഥാനപരമായ ഒരു മൂലധനോ അല്ലെങ്കിൽ മറ്റൊരു സമ്പത്തൊന്നും എനിക്കില്ല. ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ നൽകപ്പെടുന്ന നിത്യവരുമാനങ്ങളോ അല്ലെങ്കിൽ മാസത്തിൽ നൽകപ്പെടുന്ന വരുമാനങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 350-ൻ്റെ മേലെ 400 ചില്ലാനം കുട്ടികളും പിന്നെ ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ജോലിക്കാർ, അതുമായി ബന്ധപ്പെട്ടവരെല്ലാവരും കൂടിയിട്ട് ഏകദേശം 400-ൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 400-ൻ്റെ അടുത്തുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ചെലവിലേക്കാണ് വഫൂർ ദാരിമി സൂചിപ്പിച്ചത്. അരിയായിട്ടോ പഞ്ചസാരയായിട്ടോ മൈദയായിട്ടോ മുളകായിട്ടോ മല്ലിയായിട്ടോ എന്തായാലും വേണ്ടില്ല, അല്ലെങ്കിൽ മാംസമായിട്ടായാലും വേണ്ടില്ല, ഓരോരുത്തർക്കും തരാൻ കഴിയുന്ന സംഗതികൾ ആ ലിസ്റ്റിൽ രേഖപ്പെടുത്താം. അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു കുട്ടിക്ക് 3000 റുപ്യയാണ് ഒരു മാസത്തെ ചിലവ്. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒന്നായിട്ട് ഏൽക്കുകയാണെങ്കിൽ 33, 30, പിന്നെ ഇവിടെ 12 മാസം ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഇവിടുത്തെ സ്വഭാവം. അപ്പോൾ 36,000 റുപ്യ ഒരു മാസത്തിന് വരും. അപ്പോൾ ഒരു മാസം ഒരു കൊല്ലത്തിനേക്ക്, ഒരു കൊല്ലത്തിനേക്ക് ഒരു മാസത്തിനേക്ക് ഓരോരുത്തരും കഴിവനുസരിച്ച് ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്നത് അതിൽ എഴുതുകയോ ഇവിടെ പറയുകയോ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൾ ചെയ്യട്ടെ. പിന്നെ ഇവിടെ റിസർച്ച് സെൻറ്റർ, അത് 6 കുട്ടികൾ ഈ റിസർച്ചിൽ നിന്ന് അവർ പാസ്സായിട്ടുണ്ട്. അവർക്ക് ബന്ധപ്പെട്ട അവരുടെ പിന്നെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം അവരെ ഈ സമുദായത്തിന് സമർപ്പിക്കലൊക്കെ ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ നടത്തപ്പെടും. ഇപ്പോൾ 8 കുട്ടികൾ ഇവിടെ റിസർച്ചിലായി കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും പ്രത്യേകമായി ചെയ്തു കൊടുക്കണം. അവർക്ക് ചെറിയ സൈപ്പന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഭാഗവക്കാകാൻ കഴിയുന്ന ആളുകൾ അതിലൊക്കെ ഭാഗവക്കായും കൊണ്ട് ഈ സ്ഥാപനത്തിനെ പൂർണ്ണമായി സഹായിക്കാനും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായും കൊണ്ട് സഹകരിക്കാനും എല്ലാവരും തയ്യാറാവണമെന്ന് എല്ലാവരോടും ഒന്നുകൂടി ഉണർത്തിക്കൊണ്ടിട്ട്, നമുക്ക് ചൂടായ സമയമാണ്, അധികം ഇവിടെ ഇരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് തങ്ങൾക്കൊക്കെ വേഗം പല സ്ഥലത്തും പോകാനുള്ളത് കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ വേഗത്തിൽ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. ഇവിടെ ഓതിയതായ ഖത്മുകൾ അതൊക്കെ തങ്ങളെ പേരിൽ ഓതിയ ഖത്മുകളാണ്. തങ്ങളെ മുഹിബ്ബീങ്ങളാവുന്ന ആളുകൾ അങ്ങനെയല്ലേ ഫുല്ലിന്? ആ ഖത്മുകളൊക്കെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അതിൻ്റെ പ്രതിഫലം ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അത് കാരണമായി ആഖിറത്തിലുള്ള എല്ലാ ദർജയും അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാം. ഇനി എന്തേ പറയണ്ടോ? പറയാൻ പറ്റും? 10 മാസത്തേക്ക് നമ്മൾ എണ്ണേജി ഇവിടെ ഉണ്ട്. ആ ഭാഗത്തുള്ള നമ്മളുമായിട്ട് സഹകരിക്കണ ഒരു പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ ബഹുമാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവർ 10 മാസത്തിൻ്റെ 30,000 റുപ്യ ഒരു കുട്ടീൻ്റെ അല്ലേ അദ്ദേഹമായിട്ടുണ്ട്. അങ്ങനെ ഏൽക്കാൻ കഴിയുന്നവർക്കൊക്കെ ഏൽക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ മക്കളിലും അദ്ദേഹത്തിന് നമ്മളെ പിന്നെ പയ്യേരി കുഞ്ചാപ്പിട്ടിയാജി എന്ന് പറഞ്ഞാൽ ഇവിടെ തയ്യാത്തൊക്കെ കൊടുത്തു തരലാണ് മൂപ്പരെ പണി. അങ്ങനെയാണ്
ഒഫുർദാനിമി ഇപ്പോൾ പല്ലവിലൊക്കെ കമ്മിറ്റിക്കാർ പറയല് ബാപ്പുജിയൊക്കെ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുഞ്ഞാമ്പുട്ടിയജിനോട് പോയി പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ 35 36 കൂടെ ഇരുന്നാ 36 ഇനിയിപ്പോൾ 1000 മണി നമുക്ക് കൊടുക്കാം 9 അപ്പോൾ ഒരു കുട്ടീൻ്റെ ഏത് സക്കരിയ എറണാകുളം സക്കരിയ പണ്ട് സക്കരിയ എന്ന് പറഞ്ഞാൽ സക്കരിയാൻ്റെ വാപ്പ വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു. നമ്മളായിട്ട് ഏറ്റവും സഹകരിക്കുന്ന വലിയ വ്യക്തിയാണ് സക്കരിയ എന്ന് പറഞ്ഞത്. സക്കരിയക്ക് അവിടെ